ഇന്ത്യ ന്യൂസിലാൻഡ് ടി20 പരമ്പരയിലെ 5ാം മത്സരം ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കാനായിരിക്കുന്നത്. സഞ്ജു സാംസൺ തന്റെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ മത്സരത്തിനായി ഇറങ്ങുന്നത്. മോശം ഫോമിലാണെങ്കിലും കോച്ച് ഗൗതം ഗംഭീറിന്റെ പിന്തുണയോടെ ഇറങ്ങുന്ന സഞ്ജുവിന് ഹോം ഗ്രൗണ്ടിലെ ഈ മത്സരം ഫോം വീണ്ടെടുക്കാനുള്ള അവസാന മത്സരമായി മാറും. ഫോം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന താരം വെള്ളിയാഴ്ച 30 മിനിറ്റോളം നെറ്റ്സിൽ പരിശീലനം നടത്തിയിരുന്നു. സൈഡ് ബൗളർമാരെയും അക്സർ പട്ടേലിനെയും ത്രോഡൌൺ സ്പെഷ്യലിസ്റ്റായ രഘുവിനെയും നേരിട്ട സഞ്ജു മികച്ച ഷോട്ടുകളാണ് കളിച്ചത്. പ്ലേയിംഗ് ലെവലിൽ സഞ്ജു കളിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് അവസാനം എത്തിയിരിക്കുന്നത്. ടീമിലെ സീനിയർ താരമാണ് സഞ്ജു എന്നും അദ്ദേഹത്തിന്റെ കഴിവെന്താണെന്ന് ഇതിനോടകം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നുമാണ് ബാറ്റിംഗ് കോച്ച് സിദ്ധാൻഷു കൊട്ടക് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിരുന്നത്. ബാറ്റിംഗ് പരിശീലനത്തിന് ശേഷം മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ, ബോളിംഗ് കോച്ച് മോണി മോർക്കൽ എന്നിവരുമായും സഞ്ജു ദീർഘനേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. സഞ്ജുവിന്റെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസം നൽകാനുമാണ് ഇപ്പോൾ ടീം മാനേജ്മെന്റ് ശ്രമിക്കുന്നത് എന്നും ബാറ്റിംഗ് കോച്ച് സിദ്ധാൻഷു കൊട്ടക് പ്രതികരിച്ചിരുന്നു. സ്വന്തം കാണികൾക്ക് മുൻപിൽ മികച്ച പ്രകടനത്തിലൂടെ തിരിച്ചുവരാനൊരുങ്ങുകയാണ് സഞ്ജു. നിലവിൽ 40 റൺസ് മാത്രം പരമ്പരയിൽ നേടിയ സഞ്ജുവിന്റെ ഫോമിനെക്കുറിച്ച് ആശങ്ക വേണ്ടെന്നാണ് കോച്ചിന്റെ പ്രതികരണം. സഞ്ജു സീനിയർ താരമാണെന്നും ക്രിക്കറ്റിൽ ഇത്തരം പ്രതിസന്ധികൾ സ്വാഭാവികമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഞ്ജു നന്നായി പരിശീലനം നടത്തുന്നുണ്ട്. അവൻ കഠിനാധ്വാനിയുമാണ്. സഞ്ജുവിന്റെ കഴിവിനെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. സഞ്ജുവിനെക്കുറിച്ച് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നും ഒരു മാച്ച് വിന്നറായി പോലും അദ്ദേഹം പലതവണ ഇന്ത്യക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ് എന്നും സിദ്ധാൻഷു കൊട്ടക് കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം പ്ലേയിംഗ് ലെവനിലേക്ക് ഇന്ന് ഇഷൻ കിഷൻ മടങ്ങിയെത്തുമെന്നുള്ള റിപ്പോർട്ടാണ് ഏറ്റവും പുതുതായി കാണുന്നത്. ഹർദിക് പാണ്ഡ്യയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ വിശ്രമം അനുവദിച്ചായിരിക്കും ഇഷൻ കിഷൻ പ്ലേയിംഗ് ലെവനിലേക്ക് എത്തുന്നത് എന്നും ഏറ്റവും പുതിയ പ്ലേയിംഗ് ലെവൻ അപ്ഡേറ്റുകളിൽ ചൂണ്ടിക്കാണിക്കുന്നു. അഭിഷേക്, സഞ്ജു സാംസൺ സഖ്യം ഓപ്പണിംഗിലേക്ക് എത്തുമ്പോൾ സൂര്യകുമാർ യാദവ്, ഇഷൻ കിഷൻ, റിങ്കു സിംഗ്, ശിവം ദുബെ, അക്സർ പട്ടേൽ എന്നിവരടങ്ങുന്നതായിരിക്കും ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ്. മറ്റൊരു മാറ്റവും 4ാം ടി20യിൽ നിന്ന് വ്യത്യസ്തമായി പറയുന്നില്ല.